ഒരു യാത്ര പോയതായിരുന്നു കുറച്ച് സുഹൃത്തുക്കൾ. യാത്രാമധ്യേ അവർക്ക് വഴിതെറ്റി. ഏകദേശം രാത്രി 11:30 മഴയുടെ ഒച്ചയിൽ അരുണും അവൻ്റെ സുഹൃത്തുക്കളായ രാജനും ശ്യാമളയും ഒരു പഴയ ഭീമൻ വീട്ടിലേക്ക് കയറി. ആ വീട് ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. ഏതായാലും ഇന്നിവിടെ കൂടാം, അരുൺ പറഞ്ഞു. വീടിൻ്റെ മുൻവശത്തെ പൂട്ട് തുരുമ്പിച്ചു പോയിരുന്നു. അകത്ത് കിടക്കുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് അവരുടെ മുഖത്തേക്ക് വീശി. ഇവിടെ ശരിക്കും പ്രേതങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്, രാജൻ പറഞ്ഞു. നമുക്കെന്നാ ഇന്ന് ഇവിടെ തന്നെ താമസിക്കാം, ശ്യാമല പറഞ്ഞു. എനിക്ക് പ്രേതത്തെ കാണാൻ താല്പര്യമുണ്ട്. വീടിൻ്റെ മുകളിലേക്ക് പടിക്കെട്ടുകളുണ്ടായിരുന്നു. നടന്ന് മുകളിലേക്ക് കയറിയപ്പോൾ പടിക്കെട്ടുകളിൽ ഒരു ശബ്ദമുണ്ടായി. മുകളിൽ 3 കിടക്കുമുറികളുണ്ടായിരുന്നു. ആദ്യത്തേതും രണ്ടാമത്തേതും ശൂന്യമായിരുന്നു. പക്ഷേ മൂന്നാമത്തെ മുറിയുടെ വാതിൽ കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു. അതിലെന്താണുള്ളത്? അരുൺ ചോദിച്ചു. രാജൻ പറഞ്ഞു, ആ മുറിയിൽ ഒരു കാലത്തൊരു പെൺകുട്ടി താമസിച്ചിരുന്നു. പക്ഷെ അവൾ ആത്മഹത്യ ചെയ്തു. ആരും അതിൽ പ്രവേശിക്കരുതെന്ന് പറയുന്നു. രാജൻ ചുമ്മാ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. പക്ഷേ കഥ കേട്ടതും അരുണിന് എന്തോ പോലെ വന്നു. അവൻ വാതിൽ തുറക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അകത്ത് പഴയൊരു കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭിത്തിയിൽ എന്നെ രക്ഷിക്കൂ എന്ന് ചുവന്ന പെയിൻറ് കൊണ്ട് എഴുതിയിരുന്നു. അത് പെയിൻ്റാണോ അതോ ചോരയാണോ? അരുൺ സംശയത്തോടെ ചോദിച്ചു. എല്ലാവരും അത് കേട്ട് ചിരിച്ചിട്ട് ഉറങ്ങാൻ പോയി. ഏകദേശം അർദ്ധരാത്രിയായി. അരുണിന് ഒരു തണുത്ത സ്പർശം തോന്നി. അവൻ കണ്ണു തുറന്നപ്പോൾ ഒരു വെളുത്ത പാവയുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. ആ പാവയുടെ വാ അനങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ മുറിയിൽ വന്നത്? അരുൺ അലറി. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പാവയുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ഞെരുങ്ങാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ കണ്ണു തുറന്നപ്പോൾ ഇതെല്ലാം തോന്നലാകണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു കിടന്നു. പക്ഷേ അതൊന്നും തോന്നലായിരുന്നില്ല. പുലർച്ചെ കുറച്ച് ജനങ്ങൾ എന്തോ പന്തികേട് തോന്നി അകത്തേക്ക് കയറിയപ്പോൾ അവർ അവിടെ 3 ശവശരീരങ്ങൾ കണ്ടു. ആ 3 ശവശരീരങ്ങളുടെ കഴുത്തിലും കറുത്ത കൈയടയാളം. ഭിത്തിയിൽ ചുവപ്പ് കൊണ്ട് എഴുതിയിരുന്നു, ഇനി ഞങ്ങൾ 4. അടുത്ത കഥ മലയോരത്തെ കരിമ്പുള്ള്. ഇടതൂർന്ന പച്ചയും ഇരുണ്ട മരങ്ങളുമുള്ള ഒരു വനം. പ്രാദേശികർക്കിടയിൽ ഭയത്തിൻ്റെ പര്യായമാണ് ഈ വനം. വനത്തിനുള്ളിൽ ഒരു കരിമ്പുള്ള് അഥവാ പുള്ളിപ്പുലി ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതൊരു സാധാരണ മൃഗമല്ല, ഒരു പ്രേതമൃഗം. വനം സഞ്ചരിക്കാൻ വന്ന ഒരു ട്രെക്കിംഗ് ടീം. അനൂപ്, ദേവിക, രാജീവ്, സന്ധ്യ. അവർ ഒരു ഘോര വനത്തിലെത്തി. ലോക്കൽ ഗൈഡായ ബാലൻ അവരെ മുന്നോട്ട് നയിച്ചു. രാത്രി ഇവിടെ താമസിക്കരുത്, വനത്തിലൊരാത്മാവുണ്ട്, ബാലൻ ഇടതൂർന്ന ഉച്ചയിൽ പറഞ്ഞു. കൂട്ടത്തിലൊരാൾ, ഞങ്ങൾ ട്രെക്കർമാരാണ്, പ്രേതകഥകളിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവർ നടന്നു നീങ്ങി. സന്ധ്യയാകുമ്പോഴേക്കും ഒരു കൊടും കാറ്റും മഴയും തുടങ്ങി. അവർ ഒരു പഴയ ലോഡ്ജിൽ താമസിക്കാൻ തീരുമാനിച്ചു. അർദ്ധരാത്രി ദേവികയ്ക്ക് പുറത്ത് കാലടി ശബ്ദം കേട്ടു. അവൾ ജനാലയിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കറുത്ത രൂപം മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അത് മനുഷ്യനല്ല. അവൾ ഭയപ്പെട്ട് മന്ത്രിച്ചു. അടുത്ത നിമിഷം ജനാലയുടെ ഗ്ലാസ്സിൽ ഒരു വലിയ പൊട്ടൽ. ഒരു കരിമ്പുള്ളിൻ്റെ മുഖം അവളെ നോക്കി ചിരിക്കുന്നു. ദേവിക അലറി വിളിച്ചു. എല്ലാവരും ഓടി വന്നു. പക്ഷെ പുറത്തൊന്നുമില്ല. ജനാലയിൽ രക്തം മാത്രം. രക്തം മുങ്ങിയ ഒരു കൈപ്പാട്. എല്ലാം കഴിഞ്ഞ് അവർ കിടന്നുറങ്ങി. രാവിലെ ഉറക്കമൊഴിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഒരാളെ കാണാനില്ല. ബാലനായിരുന്നു അത്. പുറത്തിറങ്ങി അവർ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ഷർട്ട് കീറി തൂക്കിയിരിക്കുന്നു. ചോര തുടർച്ചയായ വനത്തിലേക്ക് പോകുന്നു. നമുക്കിവിടെ നിന്ന് പോകണം, അനൂപ് പേടിച്ചു പറഞ്ഞു. പക്ഷെ വാഹനം സ്റ്റാർട്ടാകുന്നില്ല. ഫോണുകൾക്ക് സിഗ്നലുമില്ല. അവർ നടന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ വനത്തിൻ്റെ പാതകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഓടിക്കിതച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ അവർ ഒരു പഴയ ക്ഷേത്രത്തിലെത്തി. അതിനു മുകളിൽ നരബലിയുടെ ചിത്രങ്ങൾ. അപ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം.
ഒരു വലിയ കറുത്ത രൂപം മരങ്ങളിൽ നിന്ന് അവരുടെ മുമ്പിലേക്ക് ചാടി. രാജീവ് ഓടി, പക്ഷെ കാലുകൾ വേരുകളിൽ കുടുങ്ങി. കരിമ്പുള്ള് അവനെ നോക്കി ചിരിച്ചു. പക്ഷെ അതിൻ്റെ മുഖം ഒരു മനുഷ്യൻ്റെ മുഖം. ഇതൊരു പുലിയല്ല, ഇത് വേറെ എന്തോ ഒരു ഭീകര സത്വമാണ്. രാജീവ് അലറി വിളിച്ചു. അതിൻ്റെ വായിൽ നിന്നും നീണ്ട നാക്ക് പുറത്തേക്ക് വന്നു. അടുത്ത നിമിഷം അവൻ്റെ കഴുത്തുകളിൽ കടിച്ചു. സന്ധ്യയും അനൂപും ഇത് കണ്ട് ഓടാൻ പറ്റുന്ന പരമാവധി വേഗത്തിൽ ഓടി. പക്ഷേ വനം അവരെ ചുറ്റിപ്പിടിക്കാൻ തുടങ്ങി. വേരുകളിൽ തട്ടി അവർ ഒരു കുഴിയിൽ വീണു. അടിയിൽ മാംസകഷ്ണങ്ങളും എല്ലുകളും. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ കരിമ്പുള്ള് വായ തുറന്ന് അവരുടെ മുന്നിലേക്ക് ചാടി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ട്രെക്കിംഗ് ടീം അവിടെ എത്തി. അത് പക്ഷേ ട്രെക്കിങ്ങിനായിരുന്നില്ല, അവരെ തിരഞ്ഞായിരുന്നു. അവരുടെ കൂട്ടുകാരെ തിരഞ്ഞു പിടിച്ചപ്പോൾ അവർക്കൊരു ഡയറി ലഭിച്ചു. ആ ഡയറി സന്ധ്യയുടെ ഡയറിയായിരുന്നു. അതിലെഴുതിയിരിക്കുന്നു, അത് ഞങ്ങളെ പിന്തുടർന്നു. ഇപ്പോൾ ഞാനും കരിമ്പുള്ളായി മാറിയിരിക്കുന്നു. അന്നു മുതൽ ആ വലിയ വനത്തിൽ പുതിയ കുറച്ച് കരിമ്പുള്ളുകളുടെ ഊളം വിളികൾ കേൾക്കാമായിരുന്നു.